പ്രാണൻ പോളം ജീവൻ തന്നോനെ, ഭൂവിലാരിലും കാണാത്ത സ്നേഹമേ, ആ മാർവിൽ ഞാൻ ചാരിടുന്നപ്പ, അങ്ങേ പിരിയില്ല എന്നേശുവേ. ഞാൻ ആരാധിക്കും എൻ കർത്താവിനെ, മറ്റാരേക്കാളും വിശ്വസ്തനായോനെ. ആ മാർവിൽ ഞാൻ ചാരിടുന്നപ്പ, അങ്ങേ പിരിയില്ല എന്നേശുവേ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം ഇങ്ങനെ പറയാണ്: മോഷ്ടിപ്പാനും അറിപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. ജീവനുണ്ടാകാൻ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ തലയിൽ ഒരു രോമം പോലും പൊഴിഞ്ഞു പോകാൻ, തകർന്നു പോകാൻ, നഷ്ടപ്പെടാൻ കർത്താവ് ഇടയാക്കത്തില്ല. കർത്താവ് നിങ്ങളുടെ കൂടെ ഇരിക്കും. പ്രാണൻ വെടിഞ്ഞ് നമ്മളെ വീണ്ടെടുക്കുന്ന ഒരു നല്ല ഇടയനാണ് യേശു കർത്താവ്. അവിടെ പറയുന്നുണ്ട്, ഇടയനും ആടുകളുടെ യേശു പറയാം, ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. വേറെ ആരും നല്ല ഇടയനില്ല. ഇടയന്മാർ അനവധി കാണാം, പക്ഷെ നല്ല ഇടയൻ എന്ന് പറയുന്നത് യേശു മാത്രമാണ്. യേശു മാത്രമാണ് നമുക്ക് വേണ്ടി കാൽവറി യാഗമായി അവസാന തുള്ളി രക്തം വരെയും ചൊരിഞ്ഞ് നമ്മളെ വിടുവിച്ചത്. യേശുവിൻ്റെ രക്തത്തെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്, അത് വീണ്ടെടുപ്പിൻ്റെ രക്തമാണ്, നിർദോഷമായ രക്തമാണ്, അത് വിലയേറിയ രക്തമാണ്, മോചനത്തിൻ്റെ രക്തമാണ്, ശുദ്ധീകരണത്തിൻ്റെ രക്തമെന്നും നിത്യജീവൻ്റെ രക്തമെന്നും മധ്യസ്ഥതയിൻ്റെ രക്തമെന്നും സമാധാനത്തിൻ്റെ രക്തമെന്നും കഴുകലിൻ്റെ രക്തമെന്നും നീതീകരണത്തിൻ്റെ രക്തമെന്നും പ്രവേശനത്തിൻ്റെ രക്തമെന്നും പിതാവിൻ്റെ സന്നിധിയിലേക്കുള്ള പ്രവേശനത്തിൻ്റെ രക്തമെന്നും നിയമത്തിൻ്റെ രക്തമെന്നും ഉയർപ്പിൻ്റെ രക്തമെന്നും ജയത്തിൻ്റെ രക്തമെന്നും അങ്കികൾ വെളുപ്പിക്കുന്ന രക്തമെന്നും പുണ്യാഹ രക്തമെന്നും സംസാരിക്കുന്ന രക്തമെന്നും. ഇതാ യേശുവിൻ്റെ രക്തം, കുറ്റമില്ലാത്ത രക്തം, ക്രൂശിൽ ചൊരിഞ്ഞ രക്തം, വിലയേറിയത്, കർത്താവിൻ്റെ രക്തം, കുഞ്ഞാടിൻ്റെ രക്തം. യെസ്, യേശുവിൻ്റെ രക്തം എനിക്കും നിങ്ങൾക്കായി മറുവിലയായി കൊടുത്തു. ഈ ഇടയൻ യേശു നല്ല ഇടയനാണ്. ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്ന ഇടയനാണ്. എന്നിട്ട് പറയാം, ഇടയനും ആളുകളുടെ ഉടമസ്ഥനുമല്ലാതെ കൂലിക്കാരൻ ചെന്നായി വരുന്നത് കണ്ട് അവയെ വിട്ട് ഓടിക്കളയുന്നു. ചെന്നായി അവയെ പിടിക്കുകയും ചിഹ്നിച്ചു കളയുകയും ചെയ്യുന്നു. അവൻ കൂലിക്കാരനും ആടുകളെക്കുറിച്ച് വിചാരമില്ലാത്തവനുമല്ലോ. യേശു പറയാം, ഞാൻ നല്ല ഇടയനാകുന്നു. എൻ്റെ പിതാവ് എന്നെ അറിയുകയും ഞാൻ എൻ്റെ പിതാവിനെ അറിയുകയും ചെയ്യുന്നത് പോലെ ഞാൻ എനിക്കുള്ളവ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യും. അതിൻ്റെ 26-ാം വാക്യത്തിൽ പറയാണ്, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുകയും അവയെന്നെ അനുഗമിക്കുകയും ചെയ്യും. ഞാൻ അവയ്ക്ക് നിത്യ ജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകത്തില്ല, ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ച് പറിക്കത്തുമില്ല. നീ വചനം കേൾക്കുമ്പം ഒരു വിഷയം കണ്ട് ഭയപ്പെടരുത്. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി കാൽവരി യാഗമായി. വിശുദ്ധ യോഹന്നാൻ എഴുതിയ ഈ സുവിശേഷം അതിൻ്റെ 19-ാം അധ്യായത്തിൽ യേശുവിനെ പടയാളികൾ കൊണ്ടുപോയി 23 വാക്കിൽ പടയാളികൾ യേശുവിനെ ക്രൂശിച്ച ശേഷം അവൻ്റെ വസ്ത്രമെടുത്ത് ഓരോ പങ്കായിട്ട് ഓരോരുത്തരും
പടയാളികൾ ഓരോരുത്തർ 4 പങ്കാക്കി അങ്കിയും എടുത്തു. അങ്കിയോ തുന്നലില്ലാതെ മേൽത്തൊട്ട് അടിയോളം നെയ്തതായിരുന്നു. ഇത് കീറരുത്, ആർക്ക് വരും എന്ന് പറഞ്ഞ് പകുത്തെടുത്തു. യേശുവിൻ്റെ ക്രൂശീകരണ സമയത്ത് 17-ാം വാക്യം മുതൽ പറയാണ്, അവൻ യേശുവിനെ കയ്യേറ്റു. അവർ തന്നെ ക്രൂശിനെ ചുമന്നുകൊണ്ട് എബ്രായ ഭാഷയിൽ ഗോൽഗഥ എന്നു പേരുള്ള തലയോടിടം എന്ന സ്ഥലത്തേക്ക് പോയി. അവിടെ അവർ അവനെയും അവനോടുകൂടെ വേറെ 2 ആളുകളെയും, ഒരുത്തനെ അപ്പുറത്തും ഒരുത്തനെ ഇപ്പുറത്തും യേശുവിനെ നടുവിലുമായി ക്രൂശിച്ചു. പീലാത്തോസ് ഒരു മേലെഴുത്ത് എഴുതി ക്രൂശിന്മേൽ പതിച്ചു. അതിൽ നസ്രേനായ യേശു യഹൂദന്മാരുടെ രാജാവ് എന്നെഴുതിയിരുന്നു. യേശുവിനെ ക്രൂശിച്ച സ്ഥലം നഗരത്തിന് സമീപമാകയാൽ അനേകം യഹൂദന്മാർ ഈ മേലെഴുത്ത് വായിച്ചു. അത് എബ്രായ, റോമ, യവന ഭാഷകളിൽ എഴുതിയിരുന്നു. ആകയാൽ യഹൂദന്മാരുടെ മഹാപുരോഹിതന്മാർ പീലാത്തോസിനോട്, യഹൂദന്മാരുടെ രാജാവ് എന്നല്ല, ഞാൻ യഹൂദന്മാരുടെ രാജാവ് എന്നവൻ പറഞ്ഞു എന്നത്രേ പറയേണ്ടെന്ന് എഴുതണം. യേശു കർത്താവ് അടിയേറ്റത്, യേശു കർത്താവ് മുൾക്കീടം ധരിച്ചത്, ജീവൻ വെടിഞ്ഞത് ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും എനിക്കും വേണ്ടിയാണ്. നമ്മുടെ പാപപരിഹാരത്തിന് വേണ്ടിയാണ്. നമ്മുടെ ശാപങ്ങൾ മാറാനാണ്. നമ്മളെ ജയാളികളാക്കി തീർക്കാനാണ്. നമ്മുടെ ആ കല്ലറ സമാനമായ വിഷയത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കേണ്ടതിന് വേണ്ടിയാണ്. നമ്മെ നീതീകരിക്കേണ്ടതിന് വേണ്ടിയാണ്. അതുകൊണ്ടാണ് നീതീകരണത്തിൻ്റെ രക്തം എന്ന് പറയുന്നത്. ഇതൊരു പ്രവേശനം ലഭിപ്പിക്കുന്ന രക്തമാണ്. എന്ന് പറഞ്ഞാൽ പാപിയായിരുന്ന നമ്മളെ പിതാവാം ദൈവത്തിൻ്റെ അടുത്തേക്ക് പ്രവേശനം ലഭിക്കുന്ന ഒരു രക്തമാണ്. നിത്യജീവൻ്റെ രക്തമാണ്. നിഷ്കളങ്കമായ രക്തമാണ്. ആ രക്തം ഇന്നും എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ചൊരിഞ്ഞു. ഇവിടെ പറയുകയാണ്, യേശുവിൻ്റെ ക്രൂശിന് അരികെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലെയോപ്പാവിൻ്റെ ഭാര്യ മറിയയും മഗ്ദലക്കാരത്തി മറിയയും നിന്നിരുന്നു. യേശു തൻ്റെ അമ്മയെയും താൻ സ്നേഹിച്ച ശിഷ്യനും നിൽക്കുന്നത് കണ്ട സ്ത്രീയെ, ഇതാ നിൻ്റെ മകനെന്ന് അമ്മയോട് പറഞ്ഞു. പിന്നെ ശിഷ്യനോട്, ഇതാ നിൻ്റെ അമ്മയെന്ന് പറഞ്ഞു. ആ നാഴികയിൽ മുതൽ ആ ശിഷ്യൻ അവളെ തൻ്റെ വീട്ടിൽ കൈക്കൊണ്ടു. അതിൻ്റെ ശേഷം സകലവും തികഞ്ഞിരിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട്, തിരുവെഴുത്ത് നിവൃത്തിയാകുമണ്ണം എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ പുളിച്ച വീഞ്ഞ് നിറഞ്ഞൊരു പാത്രം വെച്ചിട്ടുണ്ടായിരുന്നു. അവർ ഒരു സ്പോങ് പുളിച്ച വീഞ്ഞ് നിറച്ച് ഈസോപ്പ് തണ്ടിന്മേലാക്കി അവൻ്റെ വായോട് അടുപ്പിച്ചു. യേശു പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം നിവർത്തിയായി എന്ന് പറഞ്ഞ് തല ചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. ഈ ഇടയൻ തൻ്റെ ജീവനെ നമുക്കായി തന്നു. അവസാനത്തുള്ള രക്തം വരെയും ചൊരിഞ്ഞു. പ്രാണൻ പോകും തോറും ആ സമയം വരെ നമ്മളെ സ്നേഹിച്ച് മുഴുവൻ ലോകത്തെയും രക്ഷിക്കാൻ യേശു കാൽവറി യാഗമായി. നീ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പം മറന്നു പോകരുത്, ഈ ഇടയൻ നല്ല ഇടയനാണ്. തൻ്റെ ആടുകൾക്ക് വേണ്ടി, മുഴുവൻ ലോകത്തിന് വേണ്ടി, മുഴുവൻ ലോകത്തിൻ്റെ ശാപവും പാപവും ഒക്കെ മാറ്റാൻ യാഗമായി എന്നേക്കുമായി യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാമെങ്കിൽ, യേശു ക്രിസ്തുവിൻ്റെ കാൽവറി ക്രൂശ് മരണത്തിൽ അവൻ്റെ അടിപ്പിണരാൽ വിശ്വസിക്കുന്നു. അവിടെ വചനത്തിൽ പറയാണ്, യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. നമുക്ക് യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് നീതീകരിക്കപ്പെട്ടവരായി തീരാം. കൃപാസനം മുൻപാ കടന്നു വരാം. പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. പിതാവെ, പ്രാർത്ഥിക്കുന്നു, യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഇന്ന് വചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി യാഗമായി തീർന്നതിനായി സ്തോത്രം. അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി അടിയേറ്റതിനായി, അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി ശാപമായി തീർന്നതിനായി, എല്ലാറ്റിനുമായി പിതാവെ ഞങ്ങൾ നിനക്ക് സ്തോത്രം കരയറ്റും. പുത്രൻ മുഖാന്തരം തന്ന നിത്യജീവനായി സ്തോത്രം. പുത്രൻ്റെ രക്തത്തിലൂടെ ഞങ്ങളെ വീണ്ടെടുത്ത് ദൈവമക്കളും അവകാശികളുമാക്കി ജയാളികളാക്കി നിർത്തിയതിനായി സ്തോത്രം. നിവചനം കേൾക്കുന്ന ഓരോരുത്തരെയും
അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന രോഗികൾ ഇപ്പോൾ തന്നെ യേശുവിൻ അടിപ്പിണരുകളാൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയഭാരങ്ങൾ മാറിപ്പോകട്ടെ, ആകുല ചിന്തകൾ മാറട്ടെ, ഭയങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളും വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സകല മഹത്വവും അറുക്കപ്പെട്ട കുഞ്ഞാടിന് യേശു ക്രിസ്തുവിൻ പൊന്നുനാമത്തിൽ പിതാവേ, ആമേൻ. പ്രാണൻ പോവോളം ജീവൻ തന്നോനെ, ഭൂവിലാരിലും കാണാത്ത സ്നേഹമേ, ആ മാർവിൽ ഞാൻ ചാരിടുന്നപ്പ, അങ്ങേ പിരിയില്ല എന്നേശുവേ.